വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. പിന്നത്തെ വീഡിയോ വെച്ചാൽ നമുക്ക് എക്സാം സ്റ്റാർട്ടാകാറായി. കേരളത്തിലൊക്കെ തുടങ്ങിയിട്ടുണ്ടാകും. തമിഴ്നാട്ടിൽ ഇപ്പോഴാണ് എക്സാം. തമിഴ്നാട്ടിലും കേരളത്തിൽ തുടങ്ങി അതേ ഡേറ്റ് തന്നെ ഇവിടെ തുടങ്ങി തോന്നുന്നു. നമ്മുടെ സ്കൂളിൽ ലോവർ സെക്ഷൻസിനൊക്കെ എക്സാം കഴിഞ്ഞു. ഹയർ സെക്ഷൻസിന് ഫെബ്രുവരി 24-ാം തീയതിയാണ്. 26-ാം തീയതി ആണെങ്കിൽ ശിവരാത്രിയാണ്. പെട്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുവെച്ചാൽ 24, 25, 26, 27, 28 5 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് എക്സാം ഉണ്ട്. അതിൽ ഒരു ദിവസം പോലും ലീവ് വന്നിട്ടില്ല. ഇല്ലെങ്കിൽ ശിവരാത്രിൻ്റെ അന്ന്, ഇല്ലെങ്കിൽ ശിവരാത്രിൻ്റെ അടുത്ത ദിവസം 26-ാം തീയതി ഇല്ലെങ്കിൽ 27-ാം തീയതി. ഈ 2 ദിവസം ഏതെങ്കിലും ഒരു ദിവസം ലോക്കൽ ഹോളിഡേ ആയിട്ട് ഇവർ കണക്ക് കൂട്ടുന്നതാണ്. ഇപ്രാവശ്യം ഇല്ല, എന്താണെന്നറിയാൻ പാടില്ല. ഇനി അത് ടൈം ടേബിൾ മാറ്റുമെന്ന് തോന്നുന്നു. കാരണം എന്തായാലും 26-ാം തീയതി അമ്പലത്തിൽ പോയിക്കഴിഞ്ഞാൽ 27-ാം തീയതി എന്തായാലും വരാൻ പറ്റില്ല. അതുപോലെ തന്നെ ഇപ്രാവശ്യം 26-ാം തീയതി അമ്പലത്തിൽ പോകുന്നതും ഡൗട്ടാണ്. എന്താ വെച്ചാൽ എക്സാം ആണല്ലോ. 27-ാം തീയതി ആണെങ്കിൽ സയൻസ് എക്സാമാണ്. പെട്ടുപോയതാണ് കേസ്. ഞങ്ങൾ പിന്നെ മിഡ്ടേമാണല്ലോ, അപ്പോൾ ജനുവരി ഫെബ്രുവരി പോർഷൻസ് പഠിച്ചാൽ മതിയെന്ന് വെച്ചാൽ ഞങ്ങൾ സമാധാനിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഫുൾ പോർഷൻസ് ആണ് ഇപ്രാവശ്യം മിഡ്ടേമിന്. ഞങ്ങൾ ഞെട്ടിപ്പോയെന്ന് വെച്ചാൽ ഫുൾ പോർഷൻ ഞങ്ങളാകെ ജനുവരി ഫെബ്രുവരി പോർഷൻ മൊത്തം കവർ ചെയ്ത് വെച്ചിരിക്കുക. പെട്ടെന്ന് ഫുൾ പോർഷൻ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ കിളി മൊത്തം പോയി. ഇനി ഇരുന്ന് പഠിക്കണം. ഞങ്ങൾ സാറ്റർഡേ സൺഡേ മിഡ്ടേം ആയതുകൊണ്ട്, മിഡ്ടേം ജനുവരി ഫെബ്രുവരി പോർഷൻസ് ആണല്ലോ, അപ്പോൾ അത് സാറ്റർഡേ സൺഡേ ഒന്ന് കവർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് 25-ാം തീയതി 26-ാം തീയതി നമുക്ക് പോവാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്താൽ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും പ്ലാൻ ചെയ്താൽ. പക്ഷേ ഇപ്പം എല്ലാം മാറി. ശിവരാത്രി പോകുമെന്ന് തന്നെ കാര്യം ഡൗട്ടാണ്. എന്തായാലും പോകും, പോകാണ്ടിരിക്കില്ല. പോയിക്കഴിഞ്ഞാൽ വേഗം തിരിച്ചും വരും. ഓക്കെ, നമുക്കിനി ഇരുന്ന് പഠിക്കാം. കാരണം കുറേ ഉണ്ട് പഠിക്കാൻ. എഴുത്തൊക്കെ ഞാൻ രാവിലെ എഴുതും, ബിക്കോസ് പഠിക്കാൻ കുറേ ഉണ്ട്. പഠിക്കാം. അപ്പോൾ വിളക്ക് കത്തിച്ചു. ഇനി ഇരുന്ന് പഠിക്കാം. ഫസ്റ്റ് നമുക്ക് തമിഴ് പഠിക്കാം. ഫുൾ പോർഷനാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ വരുന്നത് 9 ലെസൺസാണ്. ലെസൺ അല്ല, 9 യൂണിറ്റ്. ടോട്ടൽ 9 യൂണിറ്റ് ഉണ്ട്. 9 യൂണിറ്റിനും ഇഷ്ടം പോലെ ലെസൺസ് ഉണ്ട്. നോക്കി നോക്കാം. ടോട്ടൽ 37 ലെസൺസ്. അപ്പോൾ ഗൈസ്, നമ്മുടെ പഠിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ പഠിക്കുന്ന വീഡിയോൻ്റെ ഞാൻ ലാസ്റ്റ് എടുക്കാൻ മറന്നുപോയി. കാരണം ഞാൻ പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ആ ക്ഷീണത്തിൽ ഞാൻ പോയി കിടന്നുറങ്ങിയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. എന്ന് വെച്ചാൽ ഞാൻ തമിഴാണ് കൂടുതൽ പഠിച്ചത്.
തമിഴ് ടഫ് എന്ന് വെച്ചാൽ അങ്ങനെ ടഫൊന്നും ഇല്ല, നമ്മൾ ഏകദേശം പഠിച്ചതൊക്കെയാണ്. എന്നാലും റിവൈസ് ചെയ്യണമല്ലോ, അതുകൊണ്ട് നമ്മൾ കുറേ അങ്ങ് ഇരുന്ന് റിവൈസ് ചെയ്തു. പിന്നെ കുറേ നമുക്ക് വായിൽ കിട്ടാത്ത കുറേ വാക്കുകൾ, കുറേ അക്ഷരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വായിച്ചെടുക്കുമ്പോൾ തന്നെ കുറേ നേരമായിട്ടോ. ഞാൻ അങ്ങനെ എല്ലാം ഞാൻ എന്താ പറയുക പഠിച്ചു, ഏകദേശമൊക്കെ എല്ലാം പഠിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. ഏകദേശം എനിക്ക് പഠിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ ഏകദേശം പഠിച്ചു. അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ബൈ.